ഇന്നത്തെ രാത്രിയിലും കർത്താവിന്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ ഓരോരുത്തരെയും പല സ്ഥലങ്ങളിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയ വൻ കൃപയോർ ദൈവത്തെ സ്തുതിക്കുന്നു. പഠിച്ചുകൊണ്ട് വരുന്നതായ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റോമാലേഖനം 6-ാം അധ്യായമാണ് നാം ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നാം ഇന്നലെ പഠിക്കുവാനായിട്ട് ഇടയായി. അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതും ഏകീഭവിച്ചതുമായ വിഷയത്തെയാണ് ഇന്നലെ സംസാരിക്കാനായിട്ട് ഇടയായത്. ഇന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. അതായത് 12-ാം വാക്യം 6:12 പറയുകയാണ്, ആകയാൽ പാപം ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത് എന്ന് പറഞ്ഞാൽ, ആദ്യകാലത്ത് അല്ലെങ്കിൽ ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ പാപം ചെയ്യുന്നതിന് മുമ്പ് ആദാമിന് കൊടുത്തിരുന്നതായ ദൈവിക അതോറിറ്റി ആയിരുന്നു സകലത്തിന്മേലും നിങ്ങൾ വാഴണമെന്ന് പറഞ്ഞിട്ട് അധികാരം കൊടുക്കുവാനായിട്ടിടയായി. പക്ഷേ അവർ പാപം ചെയ്തപ്പോൾ പാപം അവരുടെ മേൽ വാഴുവാനായിട്ടിടയായി. ഇനി ദൈവം റിട്ടേൺ ചെയ്ത്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശി മരണത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ കൃപ പകർന്നിട്ട് നമ്മെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇനി പാപം നമ്മുടെ മേൽ വാഴുവാനായിട്ടിടയാകരുത്. അതിന് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതും കൂടി ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് പഠിച്ചെങ്കിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. കാരണം അതിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനമാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. മനസ്സിലായോ? അവിടെ പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനമാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തും. ഈ പറഞ്ഞ വഴികൾ അനുവർത്തിച്ചു വന്നാൽ പാപം കർത്തൃത്വം നടത്തുകയില്ല എന്ന് പറഞ്ഞാൽ, മുൻപ് പറഞ്ഞ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ അത് അനുഷ്ഠിച്ചു വരികയാണെങ്കിൽ ഈ പാപം കർത്തൃത്വം നടത്തുവാനായിട്ടിടയാകുകയില്ല. എന്തുകൊണ്ട് കർത്തൃത്വം നടത്തത്തില്ല എന്ന് പറഞ്ഞാൽ, ഇതിന്റെ പിറകിൽ ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സ്മാർട്ട് ഫോണ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ്, ഇതെല്ലാം ഫീഡ് ചെയ്ത് വെച്ച് ഇതിനൊരു നിയമമുണ്ട്. ആ നിയമപ്രകാരം പോയെങ്കിൽ മാത്രമേ അതിൽ നിന്നുള്ള ഫലം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകുള്ളൂ. തെറ്റിച്ചു കഴിഞ്ഞാൽ എന്തോ എറർ എവിടെയോ സംഭവിച്ചു, അപ്പോൾ അൺഡു ചെയ്യാൻ പറയും അല്ലെ. നമ്മൾ ചെയ്യുന്നത് എന്താ? അൺഡു ചെയ്യും. എന്തിനാ? എന്റെ പ്രവൃത്തിയിൽ എന്തോ തെറ്റ് സംഭവിച്ചു, അപ്പോൾ തിരിച്ച് ഞാൻ മടങ്ങി വരികയാണ് ആ വിഷയത്തിലേക്ക്. അതുപോലെ തന്നെയാണ് ഇവിടെയും അപ്പൊ എങ്ങനെയാണ് ഇത് നമുക്ക് അനുഷ്ഠിക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, അതിന്റെ 17-ാം വാക്യം, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് മതി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും, അങ്ങനെയല്ലേ? ശരിയല്ലേ? അവിടെ വായിക്കുന്നു, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ. അപ്പോ സംതിങ് ഹാസ് മെയ്ഡ് യു എൻറ്റർ ഇൻ ടു യുവർ ലൈഫ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പഠിപ്പിച്ചു തരുവാനായിട്ടിടയായി. ആ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിക്കണം. നമ്മൾ ഇത്രയും പഠിച്ചു ഇവിടെ വന്നതിന്റെ കാരണം, നമ്മുടെ റിസൾട്ട്സ് അതെല്ലാം പാസ്സായി വന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ആ പഠിപ്പിച്ചതനുസരിച്ച് നാം പ്രവർത്തിച്ചത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ, പാപത്തിന് അധീനരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചതായ ഉപദേശ രൂപം അനുസരിച്ച് നിങ്ങൾ പാപത്തിൽ നിന്ന് വിമുക്തമായി, പാപത്തിൽ നിന്ന് നിങ്ങൾ റിലീഫായി. ഇനി ആ ഹൃദയപൂർവം അനുസരിച്ച് നടന്നാൽ മാത്രം മതി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ജീവിതത്തിൽ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ, ദൈനംദിനം. അതുകൊണ്ടാണ് വചനം പഠിക്കണമെന്ന് പറഞ്ഞ, വചനം വായിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രോഗ്രസീവ് സാങ്ക്ടി, അപ്പൊ അതാണ് നമുക്ക് നൽകിയിരിക്കുന്ന പാഠപുസ്തകമാണ് വേദവചനം. ഈ വചനം പഠിച്ച് നാം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ തന്നെ എണ്ണണമെന്ന് 11-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് എണ്ണുവാൻ കഴിയുന്നോ ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ
ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണണം. അപ്പോ ഈ പുസ്തകത്തിൽ 19 പ്രാവശ്യമാണ് എണ്ണണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്ര പ്രാവശ്യം അതിന്റെ ആ വാക്കുകൾ വന്നിട്ടുണ്ടോ അതിന്റെ ഗുണമെന്ന് പറയുന്നത് അതിന്റെ പ്രയോറിറ്റി നമ്മെ വെളിപ്പെടുത്തുന്നതാണ്. 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുകയാണ് സമർപ്പിക്കണം. ഈ സ്ഥലത്ത് 5 പ്രാവശ്യം, ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, 5 പ്രാവശ്യം സമർപ്പിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ബേസ്ഡ് അപ്പോൺ യുവർ ഫെയ്ത്ത് ആണ്. ആക്ട് ഓഫ് ഫെയ്ത്ത് ബേസ്ഡ് ഓൺ ഫാക്ട്. നമ്മൾ അനുസരിച്ചാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ, നാം ക്രമീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഇടയാകും. അപ്പോൾ എന്തറിയണം? മനസ്സുകൊണ്ട് ഗ്രഹിക്കണം. റെക്കൺ, നോ എന്ന് പറയുന്നത് KNOW, നോ എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് ഗ്രഹിക്കണം. റെക്കൺ എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടണം, ശരീരം കൊണ്ട് പ്രവർത്തിക്കണം. അപ്പൊ അറിയുന്നത് മനസ്സിലായിരിക്കണം. നോ മനസ്സുകൊണ്ട് ഗ്രഹിക്കണം. റെക്കൺ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടണം. ഈൽഡ് ശരീരം കൊണ്ട് പ്രവർത്തിക്കണം. അറിയേണ്ടത് മനസ്സിലറിയണം, എണ്ണേണ്ടത് ഹൃദയത്തിൽ എണ്ണണം, സമർപ്പിക്കേണ്ടത് ഇച്ഛാശക്തി ഉപയോഗിച്ച്, നമ്മുടെ വിൽ പവർ ഉപയോഗിച്ച് വേണം നാം സമർപ്പിക്കേണ്ടത്. അപ്പൊ എന്താണ് സമർപ്പിക്കേണ്ടത്? നമ്മളെ തന്നെ. നമ്മളെ തന്നെ എന്ന് പറഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് വാക്കുണ്ട്. 12th chapter verse 1, 12-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. കണ്ടോ? അപ്പോ നമ്മുടെ ശരീരങ്ങളെ എന്ന് പറഞ്ഞാൽ ഫുൾ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ ശരീരത്തെ സമർപ്പിക്കുവാനായിട്ട് ഇവിടെ ഓർപ്പിക്കുകയാണ്. ശരീര അവയവങ്ങളെ അനീതിക്ക് പണ്ട് സമർപ്പിച്ചിരുന്നു, ഇനി സമർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 13-ാം വാക്യം. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. 13-ാം വാക്യത്തില് കണ്ടോ? നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. അപ്പോ എങ്ങനെയൊക്കെയാണ് ആദ്യ പിതാക്കന്മാർ അവരുടെ അവയവങ്ങളെ സമർപ്പിച്ചത്? ഒരു മോശ തന്റെ കൈ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് എന്ത് ചെയ്യും? ദൈവം കൊടുത്ത വടി, ദൈവത്തിന്റെ വടിയുമായിട്ടാണ് മോശ കടന്നു പോകുവാനായിട്ടിടയായത്. ഏലിയാവ് തന്റെ പുതപ്പ് സമർപ്പിക്കുവാൻ ആയിട്ടിടയായി. ദാവീദിന്റെ കയ്യിൽ ഒരു കവിണ, അതാണ് സമർപ്പിക്കുവാനായിട്ടിടയായി. പൗലോസിന്റെ കാൽ നടന്ന് അനേക സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ചു. യോഹന്നാന്റെ കണ്ണ് ആത്മീക ദർശനങ്ങളെ കാണുവാനും ചെവി ദൈവിക ശബ്ദം കേൾക്കുവാനും കൈവിരൽ എഴുതുവാനും ഇടയാക്കി, കൈവിരലുകൾ കൊണ്ട്. അപ്പോ മലിനത വരാതെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നാം എന്ത് ചെയ്യണം? നമ്മുടെ അവയവങ്ങളെ പാപത്തിൽ നിന്നും അകറ്റി നിർത്തുവാനായിട്ട് ഇടയാകണം. അപ്പോ പൗലോസ് ചോദിക്കുന്നത് പോലെ ഇനി താമസിക്കുന്നത് എന്ത്? ചെയ്തു പോയത് കഴുകിക്കളയുക. നിന്റെ പാപമെല്ലാം കഴുകിക്കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനായി. അതിന്റെ ഫലമാണ്, ഇഫ് യു വോണ്ട് ടു ഫെയ്ത്ത്ഫുൾ, നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. സമർപ്പിച്ചാൽ എന്ത് കിട്ടും? ഫ്രൂട്ട് കിട്ടും. കിട്ടുന്ന ഫലം എന്താണ്? വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ ആണ് നമുക്ക് കിട്ടുന്ന ഫലം. അപ്പോൾ എന്തുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സമർപ്പിക്കാഞ്ഞതുകൊണ്ട്. അത് നമുക്ക് റിവേഴ്സ് ഇതിൽ പഠിക്കാം. എന്തുകൊണ്ട് വിശുദ്ധീകരണം സംഭവിച്ചില്ല? നമ്മൾ സമർപ്പിക്കാഞ്ഞതുകൊണ്ട്. എന്തുകൊണ്ട് സമർപ്പിച്ചില്ല? അത് തന്നെ, എണ്ണാത്തത് കൊണ്ട്. ഓക്കെ, എന്തുകൊണ്ട് എണ്ണിയില്ല? അപ്പൊ പറയും അറിയാഞ്ഞതുകൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന ചേഞ്ചസ് ആണ് വന്നതെന്ന് അറിഞ്ഞ് എണ്ണി ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് ഇടയാകണം. അതിന്റെ അന്തം അല്ലെങ്കിൽ അവസാനം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഇടയ്ക്ക് വിട്ടേച്ചു പോയാൽ എന്ത് സംഭവിക്കും? നിത്യജീവനിൽ എത്താനായിട്ട് നമുക്ക് കഴിയത്തില്ല.
പൊളിച്ചത് വീണ്ടും പണിതാൽ, അതുപോലെ തന്നെ കുളിച്ചിട്ട് വീണ്ടും അഴുക്കായാൽ എന്ത് സംഭവിക്കും? ഛർദിക്ക് തിരിഞ്ഞ നായ ആയതുപോലെ പ്രയോജനമില്ലാത്തതായി പോകും. അതുകൊണ്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം, എബ്രായർ 12-ന്റെ 14-ാം ഇപ്രകാരം പറയുകയാണ്: എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പൊ എല്ലാവരോടും എന്ത് വേണം? സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പൊ സമാധാനം ആചരിച്ചിട്ടാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത്. അപ്പൊ ആ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ എന്ത് ചെയ്യും? കർത്താവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളത് മനസ്സിലാക്കണം. അവിടെ എപ്പോ വരെയാണ് നാം ആ ദൈവ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കുവാനായിട്ട് ഇടയാകേണ്ടത്? ആ വിഷയത്തിലേക്കാണ് 7-ാം അധ്യായം നമ്മെ കൊണ്ടുപോകുന്നത്. അതിന് മുൻപായിട്ട് ഞാൻ ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം, 21-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ. എന്ന് പറഞ്ഞാൽ നേരത്തെ നാം ആചരിച്ചു വന്നിട്ട് ഇപ്പോൾ നാം നന്നായി കണ്ടപ്പോൾ നമുക്ക് പഴയകാല ജീവിതത്തെക്കുറിച്ച് എന്ത് ചെയ്തു? ലജ്ജ തോന്നുന്നു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. കണ്ടോ, ഫലം കിട്ടുന്നത് എന്താ? വിശുദ്ധീകരണം. അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ 6-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായത്. എല്ലാവർക്കും 6-ാം അധ്യായം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 7-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. എല്ലാ അധ്യായവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അത് വളരെ വ്യക്തമാണ്. അപ്പം നാളെ 7-ാം അധ്യായം എല്ലാവരും വായിച്ചുകൊണ്ട് വരണം. ഇവിടെ നാം ഒരു പറയുന്നുണ്ട്, ഭർതൃന്യായ പ്രമാണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നാളെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണം. അതിന്റെ ആഴങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയണം. നാളെ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയാട്ടെ. അപ്പം ഹൗ ടു ഈൽഡ്, വാട്ട് ടു ഈൽഡ്, വൈ ടു ഈൽഡ്. ഹൗ ടു ഈൽഡ് ഒരിക്കലായിട്ട്, വാട്ട് ടു ഈൽഡ് ശരീരങ്ങളെയും ശരീര അവയവങ്ങളെയും, വൈ ടു ഈൽഡ് ഫലം കായ്ക്കുവാൻ. അപ്പൊ ഫലം എന്താണ്? വിശുദ്ധീകരണം. ഗുണം എന്താണ്? നിത്യജീവൻ. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൗ ടു ഈൽഡ് ഒരിക്കലായിട്ട് എന്ത് ചെയ്യണം? നാം സമർപ്പിക്കുവാനായിട്ട് ഇടയാകണം. വാട്ട് ടു ഈൽഡ് ശരീരങ്ങളെയും ശരീര അവയവങ്ങളെയും സമർപ്പിക്കുവാനായിട്ടുണ്ടാവും. എന്തിനെ സമർപ്പിക്കണം? വൈ ടു ഈൽഡ് ഫലം കായ്ക്കുവാൻ. വാട്ട് ഈസ് ദ റിസൾട്ട്? അതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഫലം, വിശുദ്ധീകരണം, ഗുണം, നിത്യജീവൻ. അതാണ് നമുക്ക് 6-ാം അധ്യായത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് ജഡത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടത്? വിക്ടറി ഓവർ ദ ഫ്ലഷ്. അതാണ് ഈ 6th ചാപ്റ്ററിന് ഒരു ഹെഡിങ് കൊടുക്കാൻ പറയണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെഡിങ് ആണ്, എങ്ങനെ വിക്ടറി ഓവർ ദ ഫ്ലഷ്, എങ്ങനെയാണ് ജഡത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 7-ാം അധ്യായം 2-ാം വാക്യത്തിലാണ് ഭർതൃന്യായ പ്രമാണത്തെ കുറിച്ച് പറയുന്നത്. അതിലേക്ക് നാം പറയുന്നതിന് മുൻപ് ദൈവത്തിന് പ്രസാദം. അപ്പൊ ദൈവത്തിന് പ്രസാദം, ഒരു ചോദ്യം ചോദിച്ചു അല്ലെ? കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ചോദിച്ച ഒരു ചോദ്യം. ആ ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 6:28-29 വാക്യം. യോഹന്നാൻ 6:28-29. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയും ഉത്തരം പറഞ്ഞു. ആ വാക്യത്തിൽ എന്തെങ്കിലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കാനുണ്ടോ? ആ 2 വാക്യം വായിച്ചതിൽ എന്താ സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കാനുള്ളത്? ദൈവ ഇഷ്ടം. അടുത്തത് യോഹന്നാൻ 6:28-29. അവർ അവനോട് ചോദിക്കുകയാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അതായത് ചോദ്യം പ്ലൂറൽ ആയിരുന്നു. ദാറ്റ് മീൻസ് ദേ നീഡ് ലോട്ട് ഓഫ് തിങ്സ്
ടു ഡു കുറെ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന് പ്രസാദം വരുത്താനാണ് അവർ ആഗ്രഹിച്ചത്. മനസ്സിലായോ? പക്ഷെ ദൈവത്തിന്റെ ഉത്തരം എന്താണ്? ദൈവത്തിന്റെ ഉത്തരം സിംഗുലർ ആയിരുന്നു. പ്ലൂറലായിട്ട് ചോദിച്ചു, പക്ഷെ ഒറ്റ ഉത്തരേ ഉള്ളൂ. എന്താണെന്നറിയാമോ? അയച്ചവനിൽ വിശ്വസിക്കണം. ഇതാണ് പൗലോസ് പഠിപ്പിച്ചത്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അതാണ് കാരാഗ്രഹ പ്രമാണി ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യണം? അല്ലേ? കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, പൗലോസിനോട് ചോദിക്കാൻ, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം? അവ പറയുകയാണ്, വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒറ്റ ഒരു ഉത്തരേ ഉള്ളൂ, വിശ്വസിക്കുക, എന്നാൽ നാം പറയുന്ന ആ രക്ഷ നിർണയം പ്രാപിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഇന്ന് രാത്രികാലം ഓർപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു പ്രവൃത്തി ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും അവയവങ്ങളായി കർത്താവിന് സമർപ്പിച്ച് കർത്താവിന് വേണ്ടി മഹത്വമായി ജീവിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാളെ എല്ലാവരും 7-ാം അധ്യായം വായിച്ചിട്ട് വരണം. ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നല്ലതായിട്ട് വായിച്ച് ഗ്രഹിച്ചു വരണം. വായിച്ച് വന്നതിന് ശേഷം ഇവിടെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്ന് വായിക്കുമ്പോഴാണ് അതിൽ നിന്നും വളരെ ആഴത്തിലുള്ളത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.